മകരജ്യോതി ദർശനത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സന്നിധാനത്ത് നിന്നും സജീവ് സി വാര്യർ നമുക്കൊപ്പം ചേരുന്നു. സജീവ്, എവിടെ എത്തി ആഭരണം ഘോഷയാത്ര, തിരുവാഭരണ ഘോഷയാത്ര എവിടെ എത്തി, എപ്പോഴാണ് സ്വീകരിക്കുക? എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർണ്ണമല്ലേ? യാത്ര നീലിമല കടന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരംകുത്തിയിൽ വെച്ച നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ദേവസ്വം ബോർഡ് അധികൃതരുടെയും അഖില ഭാരതീയ അയ്യപ്പ സംഘത്തിൻ്റെയും ആളുകൾ എല്ലാം ചേർന്ന, മന്ത്രി അടക്കമുള്ള ആളുകൾ ചേർന്ന് സ്വീകരണം നടത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനകം സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. അതിനു മുന്നോടിയായാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആളുകളെ യഥാസ്ഥാനങ്ങളിൽ ഇരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധരാണ് പോലീസ് സംഘം. സന്നിധാനത്തായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആളുകളെ ഇപ്പോൾ ഈ കാണുന്ന ഫ്ലൈ ഓവറിൽ എല്ലാം ഇരിക്കാൻ, അതായത് ജ്യോതി ദർശനം സാധ്യമാകുന്ന ഇടങ്ങളിൽ ഇരുത്തുന്ന ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. എല്ലാവരെയും തന്നെ താഴെ നിന്ന് പരിശോധന നടത്തി മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾക്ക് ശേഷം അവരെ കടത്തിവിടുകയും അവരെ ഈ ഫ്ലൈ ഓവറിൽ ഓരോ ഇടങ്ങളിലായി നിലയുറപ്പിക്കാനുള്ള അവസരം ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ആണ് ഈ പരിസരങ്ങളിൽ എല്ലാം തന്നെ ഉള്ളത്. അതോടൊപ്പം നമുക്ക് അങ്ങ് മരാമത്ത് കോംപ്ലക്സിന് അപ്പുറത്തുള്ള ഭാഗത്ത് കാണാം, നിറയെ ആളുകൾ മകരജ്യോതി ദർശനത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഓരോ മേഖലയിലും കൃത്യമായി ആളുകളെ സജ്ജമാക്കുകയും അവരെ ഇരുത്തുകയും ചെയ്യുന്നൊരു പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ തിരുമുറ്റത്തിന് ശേഷം തിരുമുറ്റത്തിന് താഴെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം തുടരുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ VIPs അടക്കമുള്ള ആളുകളെ അകത്തോട്ട് കടത്തിവിടുന്നുണ്ട്. സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന അരിജിത് പസായത്ത് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. പോലീസ് സംഘം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സുരക്ഷ ഒരുക്കുന്നതിനുമായി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് സംഘത്തിന് നേതൃത്വം നൽകുന്നത് സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസ് ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഏവർക്കും സുരക്ഷ ഒരുക്കാൻ തയ്യാറായി ഇരിക്കുന്നത്. ഡാൻ കുര്യൻ നമ്മോടൊപ്പം ഉണ്ട്. ഡാൻ, എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ പുണ്യനിമിഷത്തിന് വേണ്ടി ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്നുമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏറെ നാളുകളുടെ ഒരു പ്രയത്നത്തിനാണ് ഇന്ന് പരിസമാപ്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ സുഗമമായി ദർശനം സാധ്യമാക്കി അവർക്ക് മടങ്ങേണ്ടതുണ്ട്. ഏതായാലും ഈ സുരക്ഷാ ചുമതലകൾക്ക് നേതൃത്വം വഹിക്കുന്ന ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ തിരുമുറ്റത്തേക്ക് എത്തുകയാണ്. അവർ ഇവിടെ എത്തി സുരക്ഷാ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ വിലയിരുത്തും. അതിന് ശേഷമായിരിക്കും ഇവിടെ നിന്നാൻ ഈ തിരുവാഭരണത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘോഷയാത്രയെ അല്ലെങ്കിൽ തിരുവാഭരണ ഘോഷയാത്രയെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംഘം ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുക. ഏതായാലും അതിനുവേണ്ടിയിട്ടുള്ള മറ്റ് മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. നേരത്തെ സജീവ് സൂചിപ്പിച്ച പോലെ ഹജിത് പസായത്ത് അടക്കം നിരവധി പ്രമുഖരുടെ ഒരു നീണ്ട നിര ഇന്ന് ഈ ദർശനം തേടി ഇവിടേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രമുഖരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ട്, അതോടൊപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ട്, പന്തളം രാജകുടുംബത്തിൻ്റെ പ്രതിനിധികളുണ്ട്. അവരടക്കമുള്ളവരാണ് ഇവിടേക്ക് തിരുമുറ്റത്തേക്ക് എത്തുക. അതിന് ശേഷം നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ പാണ്ടിത്താവളത്തും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകൾ, ഇവിടെ നിന്ന് ഈ സുഗമമായി ദർശനം സാധ്യമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പാണ്ടിത്താവളം തന്നെയാണ്. അവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. എന്തായാലും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇന്ന് ഈ മകര ജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡിന്റെ PRO സുനിൽ അരിമാനൂർ നമ്മോടൊപ്പം ചേരുന്നു. സുനിൽ, എങ്ങനെയാണ് അവസാനമായിട്ട് ഒരുക്കങ്ങൾ? നമുക്ക് ഇപ്പോൾ 5 മണിയാകുമ്പോൾ തിരുനട തുറക്കും. 5 മണിക്ക് തിരുനട തുറന്നു കഴിഞ്ഞാൽ 5:10 കൂടി തിരുവാഭരണം സ്വീകരിക്കാനുള്ള ഔദ്യോഗികമായി നിയോഗിച്ചിട്ടുള്ള 36 പേർ ക്ഷേത്രത്തിൽ നിന്ന് തന്ത്രി അണിയുന്ന ഹാരങ്ങളും അണിഞ്ഞുകൊണ്ട് ശരംകുത്തിയിലേക്ക് പോകും. 5:30 ശരംകുത്തിയിൽ സ്വീകരണ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലെത്തുമ്പോഴേക്കും ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അടക്കമുള്ളവർ ഔദ്യോഗികമായി ഈ തിരുവാഭരണങ്ങളെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി 6:30 മഹാദീപാരാധന നടക്കും. തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയും അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിയുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ഒരു രീതി. ഭക്തർക്ക് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പാസ് കൊടുത്തിട്ടുള്ള ഭക്തരുണ്ട്. അല്ലാത്തവർക്ക് സുരക്ഷിതമായിരുന്ന്
മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസും ദേവസ്വം ബോർഡും സംയുക്തമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ആളുകൾക്ക് ഇതിൽ ഭക്തലക്ഷങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇവർക്ക് സുഖമായി മടങ്ങുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് മുൻ വർഷങ്ങളെക്കാൾ മറ്റെന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കൂടുതൽ വഴികളിലൂടെ തിരിച്ച് പമ്പയിലേക്ക് മടങ്ങാനുള്ള ക്രമീകരണമാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അതായത് 3 എക്സിറ്റുകളാണ് ഇവിടെ നിന്ന് മകരവിളക്ക് ദർശിച്ച ശേഷം ഭക്തർക്ക് പോകുമ്പോൾ അവർക്ക് തിരികെ സുരക്ഷിതമായി എത്തുന്നതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. പാണ്ടിത്താവളത്ത് നിന്നും മകരവിളക്ക് ദർശിക്കുന്നവർ പാണ്ടിത്താവളം അന്നദാനത്തിൻ്റെ മുൻവഴി ബെയിലി പാലം വഴി സ്വാമി അയ്യപ്പൻ റോഡ് വഴി മടങ്ങാവുന്നതാണ്. അതുപോലെ കൊപ്രാക്കുളം തുടങ്ങിയ ഭാഗത്ത് നിന്ന് ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് മകരവിളക്ക് ദർശിക്കുന്നവർക്ക് കൊപ്രാക്കുളം ഫ്ലൈ ഓവർ വഴി പോകാനുള്ള സംവിധാനമുണ്ട്. തിരുമുറ്റത്ത് നിന്ന് ദർശിക്കുന്നവർക്ക് ഫ്ലൈ ഓവർ വഴി തന്നെ തിരിച്ച് പമ്പയിലേക്ക് മടങ്ങാനുള്ള സംവിധാനമുണ്ട്. ഇത്തരത്തിൽ വളരെ വിപുലമായിട്ടൊക്കെ, അതുപോലെ തന്നെ KSRTC കൂടുതൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ഭക്തർ സുരക്ഷിതമായി അവരെ നാട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വളരെയധികം നന്ദി. ഒപ്പം ചേർന്നതിന് ദേവസ്വം ബോർഡിന്റെ PRO ആണ് നമ്മളോട് സംസാരിച്ചത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 5:30 ആയിരിക്കും ശരംകുത്തിയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുക. ഇവിടെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ച് ഈ വലിയ നടപ്പന്തലിൽ നിന്ന് ഈ 18ാം പടിയിലേക്ക് ആനയിക്കും. അവിടെയായിരിക്കും ഈ തിരുവാഭരണങ്ങൾ സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ ചാർത്തിക്കൊണ്ട് മഹാദീപാരാധന നടക്കുക. അതിനുശേഷമായിരിക്കും ഭക്തലക്ഷങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മകര ജ്യോതി ദർശനം. 6:40 3 തവണയായിരിക്കും ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശത്തുള്ള മലയുടെ ചെരുവിൽ മകരജ്യോതി തെളിയുക. 3 തവണയായിരിക്കും ദീപം തെളിയുക. അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് വ്യക്തമാകുന്നത്. സജീവ്, ഡാൻ പറഞ്ഞതുപോലെ സുരക്ഷിതമായ ഒരു ദർശന സായുജ്യം അനുഭവിക്കാനുള്ള അവസരം ഭക്തലക്ഷങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള സജ്ജീകരണങ്ങളാണ് പോലീസിന്റെയും സജീവ മണ്ഡലകാലത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക്, ഈ മണ്ഡലകാലത്തിന്റെ അവസാന സമയത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ, സജീവ് കുറെ ദിവസങ്ങളായി അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ, ഏറ്റവും മനോഹരമായ വൈകുന്നേരം സായന്തനം അത് ഇന്നത്തേതായിരിക്കുമല്ലേ? അത്രത്തോളം ഭക്തി നിർഭരമാണ്. ഒന്ന്, ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ജ്യോതി, എപ്പോഴും നമ്മൾ പറയും ഒരു ജ്യോതി, ഒരു ദീപം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് തന്നെയല്ലേ അവിടെ നിന്ന് നിങ്ങൾക്ക് തരാൻ കഴിയുന്നതും അവിടെ നിന്ന് അനുഭവിക്കുന്നതും ഓരോ ഭക്തനും? ശരിയാണ് അശ്വതി. ഈ കുറേ ദിവസങ്ങളായി ഞാനിവിടെയുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഭക്തരുടെ വികാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ എല്ലാം തന്നെ അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം അടങ്ങി ആളുകൾ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ അസൗകര്യങ്ങളെയും, ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങളുടെ അതിനെല്ലാം തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഉള്ള സൗകര്യങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തീർത്ഥാടകർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് മന്ത്രി തന്നെ, ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു പിന്തുണ കൊണ്ടാണ് ഇത്രയും സുരക്ഷിതമായ സുസജ്ജമായ ഒരു തീർത്ഥാടന കാലം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഇന്ന് ഏറ്റവും മനോഹരമായ ഒരു വൈകുന്നേരം, സായന്തനം ആണ് നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുക. അത് ന്യൂസ് 18 ആളുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മകരജ്യോതി ദർശനം എന്ന് പറയുന്ന അസുലഭമായ സൗഭാഗ്യമാണ് ആളുകളിലേക്ക് എത്താൻ പോകുന്നത്. ശരി, എന്തായാലും 5:30 തന്നെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. 6:30 സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ അത്തരത്തിലൊരു ദീപാരാധന ഇന്ന് നടക്കും. അതിനുശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. ആ ദർശനം കാത്ത് നിരവധി പേരാണ്, ഭക്തസഹസ്രങ്ങളാണ് അവിടെ ശബരിമലയിലും സന്നിധാനത്തുമായി ഉള്ളത്. അവിടെ നിന്നും സജീവ് ശിവാരും ഡാൻ കുര്യനും തുടരും. അതിനു മുൻപ്